പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം, ആ രാഷ്ട്രമല്ലാതായി തീരുന്നതിന് മുൻപ് 3 രാജാക്കന്മാർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് 3 രാജാക്കന്മാരും അഭിഷിക്തന്മാരായിരുന്നു. ഒന്നാമത്തെ രാജാവ് ശൗൽ എന്ന രാജാവാണ്. ആ ശൗലൻ എന്ന പ്രവാചകനാണ് അഭിഷേകം ചെയ്ത് ആ സ്ഥാനത്ത് കൊണ്ടാക്കിയത്. നിങ്ങൾക്ക് ഏകദേശം ഒരു അറിവുണ്ടായിരിക്കും. ആ രാജാവിന്റെ അവസാനം എന്ന് പറയുന്നത് ഒട്ടും ശുഭകരമായ ഒന്നല്ല. ശൗൽ രാജാവ് അവസാനം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് പരിച്ഛേദന ഏൽക്കാത്ത അക്രൈസ്തവർ തന്നെ കൊല്ലുമെന്ന് തോന്നിയപ്പോൾ തന്റെ പടനായകനോട് പറഞ്ഞു, എന്നെ വാൾ കൊണ്ട് കുന്തം കൊണ്ട് കുത്തി കൊല്ലണമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അഭിഷിക്തനായ യജമാനനെ ഞാൻ ഒരിക്കലും അങ്ങനെ കൊലപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ശൗല് തന്റെ കുന്തം തന്റെ നെഞ്ചിന് നേരെ നാട്ടി നിർത്തി അതിലേക്ക് കയറി തന്റെ ജീവനെ ഒടുക്കി പരിച്ഛേദന ഏൽക്കാത്ത അക്രൈസ്തവരുടെ കൊലയിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ തന്റെ സ്ഥാനം ബൈബിളിലോടൊത്ത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ ഇന്ന് പ്രകാരം ഇത് നിങ്ങളോട് പറയാനായിട്ട് ഉണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില്, നമ്മുടെ ഭൗതിക ജീവിതവുമായുള്ള ബന്ധത്തില് ഒരു കാരണവശാലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം TV ഓൺ ചെയ്താൽ അതിൽ നിങ്ങൾ കണ്ട ഒരു മനുഷ്യന്റെ പടമുണ്ട്. ഞാൻ നോക്കിയിട്ട് എന്നെക്കാളും അദ്ദേഹം ഒരു 10 വയസ്സ് ചെറുപ്പമാണ്. 28,000 കോടിയുടെ ആസ്തി. ചിന്തിക്കുക, 28,000 കോടിയുടെ ആസ്തിയുള്ള മനുഷ്യൻ. ലോകത്തിൽ ആർക്കും ഒരു ബാങ്കിലും ഒരു പൈസയും കടമില്ല. എന്നിട്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, 2026 എന്ന് പറയുന്ന വർഷം മനുഷ്യനെ സ്വയം ജീവൻ ഒടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വർഷമായി. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാനതാ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ത്വരയോ ചിന്തയോ ഒരിക്കലും നമ്മൾ ആരിൽ നിന്നെങ്കിലും കേട്ടാൽ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തണം. നമ്മളുമായുള്ള ബന്ധത്തിൽ ഒരു ഭാഗത്തും അങ്ങനെ സംഭവിക്കരുത്. നമ്മൾ ഒരു 25-50 വർഷം ഒരു ക്രൈസ്തവ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്താൽ ഒരു കാരണവശാലും വേദപുസ്തക പ്രകാരം ആ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവം ആഗ്രഹിച്ച് ഇസ്രായേലിന് വേണ്ടി ഒരു രാജാവിനെ തെരഞ്ഞെടുത്ത രാജാവിന്റെ പേരാണ് ചോദിച്ചു വാങ്ങി എന്നർത്ഥമുള്ള ശൗൽ. ആ ശൗല് അവസാനം ആത്മഹത്യ ചെയ്ത് തന്റെ ജീവൻ ഒടുക്കിയെങ്കിൽ തന്നെ കുറിച്ച് ഒരുവിധമായ സുരക്ഷാ സൂചനയും സ്വർഗത്തിലെ നിലനിൽക്കുന്ന അവസ്ഥയും ബൈബിളിൽ പിന്നീട് ഒരു ഭാഗത്ത് കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ അടുത്തുള്ള ഭവനങ്ങളിലോ നമ്മൾ ബന്ധപ്പെടുന്ന ഒരു ഭവനങ്ങളിലോ ഉണ്ടാകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടായാൽ അതിന് നിങ്ങളാലാവുന്നിടത്തോളം ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് പോകണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതൊരു പൊതുവായ വിഷയമാണ്. എങ്കിലും നമ്മൾ അറിയുന്നത് തെറ്റില്ല. നമുക്കറിയാം, ക്രൈസ്തവര് ഒത്തിരിയുണ്ട്. യേശുക്രിസ്തുവാണ് അവരുടെ എല്ലാം ആരാധന പുരുഷനായി, ദൈവമായി, രക്ഷകനായി എല്ലാം നിലകൊള്ളുന്നത്. എന്നാൽ എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, സഭകൾ ഈ ലോകത്തിലുണ്ട്. എല്ലാവരുടെയും മുഖ്യമായ വിശ്വാസം യേശുക്രിസ്തുവിലാണെങ്കിലും ആചാരാനുഷ്ഠാന നടപടിക്രമങ്ങളിൽ ഒത്തിരി വ്യത്യാസങ്ങളും കണ്ടു എന്ന് വന്നേക്കാം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാലം ഒന്ന് ഈ ഒരു വിഷയം അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ്, വേറെ എങ്ങും ഈ വിഷയം അവതരിപ്പിച്ചിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു വിശ്വാസി ആചാരത്തിന്റെ ഭാഗമാണ് തിരുശേഷിപ്പ്. നിങ്ങൾക്കറിയാമല്ലോ അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്?
തകച്ച സാറിനൊക്കെ കുറെ കൂടി ആയിരിക്കും കാത്തലിക് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ വാക്ക് വരുന്നത്. തിരുശേഷിപ്പ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാലായിൽ അൽഫോൻസാമ എന്ന നല്ലൊരു ദൈവദാസി ജീവിച്ചിരുന്നു. ആ അൽഫോൻസാമയുടെ കബറിടത്തിലേക്ക് പോകുന്നത് അവിടെ എന്തിനു വേണ്ടിയാണെന്നറിയുമ്പോൾ തിരുശേഷിപ്പ് കാണുവാനാണ്. അതേപോലെ സെന്റ് സേവിയേഴ്സിന്റേത് ഓവായോട് ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ലോകവ്യാപകമായിട്ട് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് കാണുവാനായി ആ വിശ്വാസത്തെ ഒരിക്കൽ കൂടി തങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഉറപ്പിക്കുവാനായിട്ട് ജനങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാകിയാൽ ഞാൻ ആ തിരുശേഷിപ്പ് എന്ന ഒരു വിഷയത്തെ കുറിച്ച് ബൈബിളിൽ നിന്ന് നിങ്ങളെ ഇത് പ്രകാരം ഓർപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ആരെയും കുറ്റം തിരിക്കരുത്. ലോകത്തില് ഏത് ക്രൈസ്തവ വിഭാഗക്കാർ എന്ത് ചെയ്താലും ഇതിനെല്ലാം ബൈബിളില് ആധികാരികമായ സൂചനയും തെളിവുമുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. അപ്പൊ അവർ തിരുശേഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർക്കും നമ്മുടെ വിശ്വാസം ഭയങ്കര ഹേമമാണ്, അവരെന്തിനാ അതിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വരാതിരിക്കാനായിട്ടാണ് ഞാൻ എന്റെ അന്വേഷണത്തില് ഈ തിരുശേഷിപ്പിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം വേദപുസ്തക വിശ്വാസ ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? വേദപുസ്തകത്തിലുണ്ടോ? ഉണ്ടാകും അല്ലെ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് മാന്റിൽ ഓഫ് എലീശ, എലീശയുടെ പുതപ്പാണ്. എന്താണ് എലീശയുടെ പുതപ്പാണ്? നമുക്കറിയാം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് ആ സംഭവം നമ്മൾ കാണുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. അപ്പൊ ഏലിയാവിന്റെ ശുശ്രൂഷയിൽ തന്റെ ശിഷ്യനായി തന്നോട് കൂടെ യാത്ര ചെയ്ത എലീശയുണ്ട്. അപ്പൊ എലീശയോട് ഏലിയ പറഞ്ഞു, ഞാനേ താമസിയാതെ ഈ ഭൂമിയിൽ നിന്നും എന്റെ ജോലി നിവർത്തീകരിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പം എലീശ പറഞ്ഞ ഒരു കാര്യം, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. ഈ വാക്ക് കേട്ടപ്പോൾ ഏലിയ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം, നിന്റെ ചോദ്യം എളുപ്പമുള്ള കാര്യമല്ല, എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം എന്നുള്ള നിന്റെ ആഗ്രഹം, നിന്റെ ചോദ്യം അത്ര ശുഭകരമല്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം 2 രാജ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, അതിനവൻ നീ പ്രയാസമുള്ള കാര്യമാവെന്ന് ചോദിച്ചത്, ഞാൻ നിന്നിൽ നിന്നും എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കത് ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നി രഥം അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപെടുത്തി. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇതാണ് ബൈബിളിൽ കാണുന്ന സംഭവം. അപ്പൊ എലീശ ഏലിയാവിനോട് ചോദിച്ചെന്താണ്? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. അപ്പൊ ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടപ്പോൾ എന്താണ് എലീശയ്ക്ക് കൊടുത്തതെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഏലിയാവിന്റെ ഒരു പുതപ്പുണ്ടായിരുന്നു അല്ലെ? ഏലിയാവിന്റെ പുതപ്പുണ്ട്. ഏലിയാവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് എന്താണ് ചെയ്തത്? ഈ പുതപ്പാണ്. ഇനി ഒന്ന് വായിക്കാം. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം 2-ആയി കീറിക്കളഞ്ഞു. 13-ാം വാക്യം, പിന്നെ അവൻ ഏലിയാവിൽ നിന്ന് വീണ മേലങ്കി എടുത്ത് മടങ്ങി വന്ന് യോർദാൻ അരിയിൽ നിന്ന്, യോർദാനിൽ നിന്ന് ആ അത്ഭുതം അവിടെ ആരംഭിക്കുകയാണ്. ഏലിയാവിൽ നിന്ന് വീണ മേലങ്കി കൊണ്ട് അവൻ വെള്ളത്തിൽ അടിച്ചു. ഏലിയാവിന്റെ ദൈവം ആയ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തിൽ അടിച്ചപ്പോൾ അത് ഇരുവശത്തേക്ക് മാറി. എലീശ ഇക്കരെ കടന്നു. പ്രിയ ദൈവമക്കളെ, അക്കരെ വെച്ചാണ് സംഭവം. അവിടെ ചെയ്യുക സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എലീശയ്ക്ക് ഇപ്പുറത്ത് കടന്നു വരണം. പക്ഷെ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? ഈ യോർദാനിലെ വെള്ളം എന്ത് ചെയ്യണം? 2-ആയി മാറിപ്പോകണം. അതിനുവേണ്ടി എന്താണ് ഉപയോഗിച്ചതറിയാമോ? ഏലിയാവിൽ നിന്ന് വീണ ആ മാറ്റിൽ ആ പുതപ്പ് കൊണ്ടുവന്ന് എലീശ യോർദാൻ അടിച്ചപ്പോൾ യോർദാൻ 2-ആയി വിടവാങ്ങിപ്പോയി.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ മാന്റിൽ ഓഫ് എലൈജ ഇതാണ് ഒരു തിരിശേഷിപ്പെന്ന് നമ്മൾ ലോകത്തിൽ ക്രൈസ്തവരുടെ കാണുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് കേട്ടാ നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകണ്ട, ഇതെല്ലാം ബൈബിളിലുള്ളതാണ്. അപ്പൊ തിരിശേഷിപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ തിരിശേഷിപ്പ് എന്ന് പറയുന്നത് ഏലിയാവിൽ നിന്ന് വീണ തന്റെ പുതപ്പാണ്. പ്രിയ ദൈവമകളെ, ഇന്നും അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണണമെങ്കിൽ ജെറുസലേമിലെ പുരാവസ്തു മ്യൂസിയം, പിന്നെ വത്തിക്കാനിലെ പുരാവസ്തു മ്യൂസിയങ്ങളിലേക്കൊക്കെ ചെന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കൽ സാമ്പത്തികം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ പ്രദേശത്തിൽ ചെന്ന് പോയാൽ അത് കാണാൻ കഴിയുമെന്നൂടെ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കാം. അപ്പൊ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് ഈ തിരിശേഷിപ്പ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. അതിന് ഗുണമുണ്ട്, അതിന് പ്രയോജനമുണ്ട്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഏലിയാവിന്റെ ശരീരത്തിൽ നിന്ന് വീണ പുതപ്പെടുത്ത് ഏലീശ അടിച്ചപ്പോൾ യോർദാൻ രണ്ടായി വിടവാങ്ങിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏലിയാവ് അത്ര നല്ലൊരു ജീവിതം നയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമകളെ, നല്ലതുപോലെ പരമാർത്ഥതയോടെ പരിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നേരോടെ ഒരുവിധമായ തിന്മയ്ക്ക് കൂട്ടുനിൽക്കാതെ നല്ലൊരു ക്രൈസ്തവ ക്രിസ്തീയ ആത്മീയ വിശ്വാസ വേദപുസ്തകപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ചാൽ, അങ്ങനെ ജീവിതം നയിച്ചവരുടെ മരണാനന്തരം അവരുടെ ഒരു വസ്ത്രത്തിന് പോലും അത്ഭുതമുണ്ടാവും. ആ അത്ഭുതമുണ്ടാക്കുന്ന ആ വസ്ത്രം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധന സാമഗ്രിക്ക് വേണ്ടി ലോകപ്രകാരം നമ്മൾ കാണുന്ന കേൾക്കുന്ന പറയുന്ന ഒരു പേരാണ് തിരിശേഷിപ്പ്. അപ്പോൾ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പറയും, ആ മനുഷ്യൻ നല്ലവനായിരുന്നു, ആ മനുഷ്യൻ നല്ല ജീവിതം നയിച്ചവനായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഏലിയാവിന്റെ ജീവിതം അത്രമാത്രം നല്ലതായിരുന്നുകൊണ്ടാണ് ഏലിയാവിന്റെ ശരീരത്തിൽ നിന്ന് വീണ ആ പുതപ്പ് കൊണ്ട് ഏലീശ അടിച്ചപ്പോൾ യോർദാൻ രണ്ടായി മാറിയത്. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് അതിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. 3 തിരിശേഷിപ്പുകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. ഒന്നാമത്തെ തിരിശേഷിപ്പ് എന്ന് പറയുന്നത് ഏലിയാവിൽ നിന്ന് വീണ് ഏലീശ എടുത്ത് യോർദാനെ അടിച്ച് രണ്ടായി പിരിയുവാൻ ഇടയാക്കിയ ഏലിയാവിന്റെ പുതപ്പാണ്. ഇതാണ് ഒന്നാമത്തെ തിരിശേഷിപ്പ്. രണ്ടാമത്തെ ഒരു തിരിശേഷിപ്പിനെ കുറിച്ചുകൂടെ ഞാൻ നിങ്ങളെ പഴയ നിയമത്തിൽ നിന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടുവിടുവാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അവസാനം ഏലിയാവ് മരണമില്ലാതെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പോയി. ഏലീശ മരിച്ചു. ഏലീശയുടെ ശരീരം ഒരു സ്ഥലത്ത് സംസ്കരിച്ചു. എന്നാൽ ഇസ്രായേൽ ജനവുമായി ഒരു ബന്ധവുമില്ലാത്ത ഇസ്രായേൽ രാജ്യത്തിന് എതിരായി യുദ്ധം ചെയ്ത അമ്മോന്യര് എന്ന് പറയുന്ന ശത്രു രാജ്യം, അവര് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ നല്ലതുപോലെ പരാജയപ്പെട്ട് ഇടയ്ക്ക് ജയം ഇടയ്ക്ക് പരാജയം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവരുടെ പട്ടാളക്കാര് വഴിമധ്യേ യുദ്ധവുമായുള്ള ബന്ധത്തിൽ മരിച്ച് അവരുടെ ബോഡികൾ മറവ് ചെയ്യാൻ കഴിയാതെ ആ ശവങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ അമ്മോന്യര് മുന്നോട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ മുൻപിൽ ഒരു സ്ഥലം കണ്ടു. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏലീശ മരിച്ചു ഏലീശയെ അടക്കിയ ഒരു കുഴിമാടമാണ്. പക്ഷെ ആ കുഴിമാടം ഓപ്പണായിട്ട് കിടക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ അമ്മോന്യർ എന്ന ശത്രു സൈന്യത്തിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ മരിച്ചപ്പോൾ ആ പട്ടാളക്കാരന്റെ ആ ശവം ഈ ഏലീശയുടെ തുറന്നിട്ടിരുന്ന കല്ലറയിലേക്ക് ഇട്ടപ്പോൾ ആ പട്ടാളക്കാരൻ തിരിച്ച് ജീവനോടെ വന്നതായി 2 രാജാക്കന്മാർ 13-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുക. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ വായിക്കുന്നു, ഏലീശ മരിച്ചു, അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബിയരുടെ സൈന്യങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശയുടെ കല്ലറയിലിട്ടു. അവൻ അതിന്മേൽ വീണ് ഏലീശയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജീവിച്ച് കാലൂന്നി നിന്നു. ഇതാണ് തിരിശേഷിപ്പ് എന്ന് പറയുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏലിയാവിന്റെ ശരീരത്തിൽ നിന്ന് വീണ പുതപ്പ് അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ട് അതിനെ തിരിശേഷിപ്പെന്ന് ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. ഏലീശയുടെ ശവക്കല്ലറയിൽ ശവപേടകത്തിൽ മറ്റൊരു അന്യജാതിക്കാരന്റെ മരിച്ചുപോയ മൃതശരീരം വിട്ടപ്പോൾ ആ മൃതശരീരം ഏലീശയുടെ അസ്ഥികളെ തൊട്ട് ജീവനോടെ മടങ്ങി വന്നു. ഇതിനെയാണ് തിരിശേഷിപ്പ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നല്ല ആത്മീയ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ മരിച്ചാൽ ജീവിക്കും. ആമേൻ. കാരണം നല്ല വിശ്വാസി മരിച്ചാൽ ജീവിക്കും. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നല്ല പുണ്യവാളന്മാരായി, നല്ല വിശുദ്ധന്മാരായി, നല്ലവരായി പലരെയും പരിഗണിക്കുന്നത്. ഇന്ന് പ്രകാരം ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ, നമ്മളും നല്ലവരായി ജീവിക്കട്ടെ. നല്ലതുപോലെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ അനന്തരവും ഈ ലോകം ഓർക്കും, ഈ ലോകം പറയും, ഈ ലോകം പ്രഖ്യാപിക്കും, ആ വ്യക്തി എത്രയോ നല്ലൊരു വിശ്വാസിയായിരുന്നു, ആ വ്യക്തി എത്രയോ ശ്രേഷ്ഠമായ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നല്ലൊരു ജീവിതം കാഴ്ചവെച്ച് മരിച്ചുപോയ വ്യക്തിയെ അതിനുശേഷം ജീവിക്കുന്നവർ സ്മരിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതകാലം നല്ലത് തന്നെ ആയിരിക്കണം. ഒരു ഉദാഹരണമാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകന്റെ ആ ശരീരത്തുണ്ടായിരുന്ന പുതപ്പ് എലീശയുടെ അടുത്ത് മടക്കി യോർദാനെ അടിച്ചപ്പോൾ യോർദാൻ വിടവാങ്ങിയെങ്കിൽ ആ അങ്കിയുടെ പ്രത്യേകത അത് ആരുടേതായിരുന്നു എന്നതാണ്. നല്ല വിശുദ്ധനായ, നല്ല പരിശുദ്ധനായ, മാന്യമായി ജീവിച്ച് ദൈവത്തിന്റെ ഹിതം പ്രവർത്തിച്ച ഒരു ദൈവീക മനുഷ്യനായിരുന്നു ഏലിയാവ്. അതുകൊണ്ട് തന്റെ പുതപ്പിൽ പോലും അത്ഭുതം ചെയ്യുവാൻ കഴിഞ്ഞു. രണ്ടാമത്, ഏലീശ നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഏലീശായുടെ ശവ കല്ലറയിലെ അസ്ഥികളെ തൊട്ടപ്പോൾ ഒരു അന്യജാതിയിൽപ്പെട്ട മരിച്ചുപോയ ഒരു പട്ടാളക്കാരൻ ജീവനോടെ പുറത്തു വന്നുവെങ്കിൽ, നമ്മുടെ ജീവിതം നല്ലതെങ്കിൽ നമ്മുടെ അനന്തര തലമുറ നമ്മളെ കുറിച്ച് പറയും, നമ്മളെ കുറിച്ച് പറയും, നമ്മളെ കുറിച്ച് പറയും, നമ്മൾ നല്ലവരായിരുന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നല്ലവരായിട്ട് ആൾക്കാരെ ഓർക്കേണ്ടതെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ രണ്ട് സംഭവങ്ങളാണ് തിരുശേഷിപ്പിനെ കുറിച്ച് ബൈബിളിൽ കാണുവാൻ കഴിയുന്നത്. പുതിയ നിയമത്തിൽ ഒറ്റയൊരു സംഭവമുണ്ട്. നിങ്ങൾക്കൊന്ന് പറയാമോ? ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു തിരുശേഷിപ്പ് ഉണ്ടായി. ആ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സംഭവം സംഭവിക്കുകയാണ്. ആരുടെ ജീവിതത്തിലായിരിക്കുമെന്ന് നിങ്ങൾക്കൊരു ഹിന്റ് പറയാമോ? നല്ല പരിശുദ്ധിയോടെ ജീവിച്ച യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ പൗലോസിന്റെ ജീവിതത്തിലാണ് ഞാൻ തെളിവ് തരാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിന്റെ 11-12 വാക്യം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. 12-ാം വാക്യം. അവന്റെ ശരീരത്തിൽ നിന്ന് തുവാലയും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറത്തു പോവുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തേതായ മാൻഡിൽ. പ്രിയ ദൈവമക്കളെ, നമ്മളവിടെ നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും അത് ഉപയോഗിച്ചിരുന്ന കർച്ചീഫ് എന്നാണ്. തുവാല എന്ന് നമ്മൾ സാധാരണ പറയും, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഒരു തുണി നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുന്നതിനെയാണ് നമ്മൾ കർച്ചീഫ് എന്ന് പറയുന്നത്. പൗലോസിന്റെ കർച്ചീഫ് ഒരു മനുഷ്യന്റെ മേലിട്ടപ്പോൾ അവന്റെ ഭൂതമായി പോയി, അവൻ രോഗശൈലിയിൽ എഴുന്നേറ്റ് വന്നു. അതെ, പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ടിവിയിലൊക്കെ ചില അത്ഭുത രോഗശാന്തി വിടുതലെന്നൊക്കെ കേൾക്കുമ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോകണ്ട. തുവാല എറിഞ്ഞ് അത് ആരുടെ ദേഹത്ത് തട്ടിയാൽ അദ്ദേഹം എഴുന്നേൽക്കുന്നതൊക്കെ നിങ്ങൾ ടി വി കാണാറില്ലേ? പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്കൊരു സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഇതുപോലെ ഓർപ്പിച്ചത്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ 3 സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്, ഏലിയാവിന്റെ പുതപ്പ് അത് തിരുശേഷിപ്പായി ഇന്ന് ലോകത്തിൽ അവശേഷിക്കുമ്പോൾ ആ തിരുശേഷിപ്പിന്റെ ശക്തി ലോകത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ യോർദാനെ 2ആയി വിഭജിക്കുവാൻ ഇടയാക്കിയ ആ മാൻഡിൽ ഓഫ് എലീശ, ആ എലീശായുടെ ആ പുതപ്പ്. രണ്ടാമത്, എലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ഒരു മോവാബിയ പട്ടാളക്കാരൻ മരണശൈലിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നുവെങ്കിൽ എലീശായുടെ അസ്ഥികൾക്ക് എത്രയോ ഔഷധ ഗുണമുണ്ടായി, അത്ഭുത ഗുണമുണ്ടായി. അത് വേദപുസ്തകത്തിൽ 2ാമത്തെ തിരുശേഷിപ്പായി കാണുമ്പോൾ. മൂന്നാമത്, കർച്ചീഫ് ഓഫ് പോൾ, പൗലോസിന്റെ തുവാല. അത് അപ്പോസ്തല പ്രവൃത്തി 19-11 ആ തുവാല വീണപ്പോൾ ആരുടെയെങ്കിലും ദേഹത്തേക്ക് ഇട്ടാൽ ഒന്ന് എറിഞ്ഞ് അതിനെ നമ്മുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചപ്പോൾ അന്ന് പൗലോസ് ജീവിച്ചിരിക്കുകയാണ്.
പൗലോസ് മരിച്ചിട്ടില്ല. പൗലോസ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ഒരു കർച്ചീഫ് ഒരു രോഗിയുടെ മേലിട്ടാൽ ആ രോഗി അവിടെ നിന്നും എഴുന്നേറ്റ് വരും. ഭൂതബാധിതനായ ഒരു മനുഷ്യന്റെ മേലിട്ടാൽ അദ്ദേഹത്തിന്റെ ഭൂതം മാറി അദ്ദേഹം സുബോധമുള്ളവരായിത്തീരും. ഞാനിത് പറയുന്നതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, നല്ലതുപോലെ ജീവിച്ചാൽ മരണാനന്തരവും സ്മരിക്കപ്പെടുന്ന ഒരു നല്ല പ്രവണതയാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും അവസാനം ആത്മഹത്യ ചെയ്ത ശൗൽ എന്ന് പറയുന്ന രാജാവിന്റെ സ്മരണ വേദപുസ്തകത്തിൽ അപ്രത്യക്ഷമാണ്. അതുകൊണ്ട് വിശുദ്ധ ദൈവമക്കളുടെ ലിസ്റ്റ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിർത്തി വെക്കുമ്പോൾ ആത്മഹത്യയിലൂടെ പോയി പ്രാരംഭം അഭിഷേകമായിരുന്നു. അതിനുശേഷം നല്ലൊരു രാജപദവിയിലേക്ക് എത്തി അവസാന അന്ത്യം എന്ന് പറയുന്നത് ആത്മഹത്യയാകിയാൽ അദ്ദേഹത്തിന്റെ പേര് പോലും സ്മരണയിലില്ലാതെ മാറ്റപ്പെടുമ്പോൾ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നല്ലവരുടെ പേരുകൾ സ്മരണയുടെ പുസ്തകത്തിൽ മാറാതെ മഞ്ഞു പോകാതെ എന്നതിലേക്ക് സാക്ഷ്യത്തിനായി നിലകൊള്ളുമെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതായിരിക്കട്ടെ, നമ്മുടെ ജീവിതം മാന്യമായിരിക്കട്ടെ, നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായിരിക്കട്ടെ, നമ്മുടെ ജീവിതം മൂല്യമുള്ളതായിരിക്കട്ടെ, നമ്മുടെ ജീവിതം വിശ്വാസത്തിന് പൂഷണമായിരിക്കട്ടെ, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഹിതത്തിന് തക്കോണം യോജിക്കുന്നതായിരിക്കട്ടെ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നമ്മളാവോളം ദൈവത്തിന് മനുഷ്യന് ഗുണമുള്ളതായി നമ്മൾ ഒരു ജീവിതം നയിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നല്ലതാണ്. നമ്മുടെ കാലാന്തരവും ലോകം പറയും, ആ വ്യക്തി എത്രയോ നല്ലൊരു ദൈവപൈതലായിരുന്നു, ആ വ്യക്തി എത്രയോ ഒരു നല്ല വിശ്വാസിയായിരുന്നു, ആ വ്യക്തി എത്രയോ നല്ലൊരു വിശുദ്ധരായിരുന്നു, ആ വ്യക്തി എത്രയോ നല്ലൊരു പുണ്യവാളനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. നമ്മൾ കേൾക്കാറുള്ള പലപാട് പുണ്യവാള്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നല്ല പ്രവൃത്തി ചെയ്യുന്നവരെയാണ് പുണ്യവാളൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കും. ലോകം എന്നും ഇന്നും ആദരിക്കപ്പെടുന്ന ഒരു മാർപ്പാപ്പയുണ്ട്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. നിങ്ങൾ ഒരു ന്യൂസ് കണ്ടാൽ, ഇന്നൊന്നുമല്ല, അമേരിക്കയിലെ ഇന്നത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് മുൻപ് കാര്യം ചെയ്ത മാർപ്പാപ്പയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുവാൻ റോമിൽ വത്തിക്കാനിൽ പോയി അവിടെ വെച്ച് താൻ പറഞ്ഞ ഒരു വാക്ക് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചതാണ്, എനിക്കും ഒരു പോപ്പാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മാന്യമായ ഒരു സ്ഥാന പദവിയിലേക്ക് വരുന്ന ഒരു മനുഷ്യനില്ല. നമ്മൾ ലോകപ്രകാരം പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു ഭരണാധികാരി എന്ന് ലോകത്തിൽ പൊതുവെ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിനാണ്. അത്രമാത്രം കനത്തോടുകൂടി പറയും. എന്നാൽ അദ്ദേഹം പോലും പറയുന്നത് എന്താണെന്നറിയാമോ, എനിക്കൊരു പോപ്പായിരുന്നാൽ എനിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പ്രിയ ദൈവമക്കളെ, അത്രയും മഹൽ വ്യക്തിയാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു ആഗ്രഹം തനിക്കും തന്റെ ജീവിതത്തിൽ പോലും ഉണ്ടായാലോ. ഈ ജോൺ പോൾ രണ്ടാമനെ ഇന്ന് ലോകം സ്മരിക്കപ്പെടുന്നത് ജോൺ പോൾ രണ്ടാമനെ 2 സമയങ്ങളിൽ കൊല്ലാനായിട്ട് തന്റെ എതിരാളികൾ തീരുമാനിച്ചു. ഒരു സമയം ചായയിൽ വിഷം കലർത്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ജോൺ പോൾ രണ്ടാമന് ഒരു പ്രത്യേകതയുണ്ട്, ഏത് ആകാരം എവിടെ വെച്ചാണെങ്കിലും താൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിട്ടേ കഴിക്കുന്നുള്ളൂ. ആ ചായ ഗ്ലാസ് തന്റെ കയ്യിൽ വെച്ച് താൻ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ കയ്യിൽ ആ പ്രാർത്ഥനാ സമയത്ത് ആ ഗ്ലാസ് 4ആയിട്ട് പൊട്ടിക്കറി ആ ചായ പുറത്തു പോവുകയാണ്. അതിനുശേഷം മനോഹരമായ അപ്പവും കോഴിക്കറിയും ഉണ്ടാക്കി തന്റെ ഡൈനിങ് ടേബിൾ പ്രധാന ഭക്ഷണത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ കോഴിക്കറിക്കകത്ത് മുഴുവൻ വിഷമായിരുന്നു. എന്നാൽ ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണത്തെ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചപ്പോൾ തുറന്നിട്ട ജനലിൽ കൂടെ ഒരു പടുകൂറ്റൻ കഴുകൻ കടന്നു വന്ന് ഈ ഇറച്ചി കോഴി കറി വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഊണമേശയിൽ വെച്ചിരുന്നത് അതേപടി റാഞ്ചിക്കൊണ്ട് പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ആർക്കും പ്രതികൂലം നിൽക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് എന്നും പേര് പറയുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിയായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പറയുന്നത് അദ്ദേഹം അത്രമാത്രം തികഞ്ഞ ഒരു പുണ്യവാളനായി തികഞ്ഞ ദൈവ പ്രതിഭയായി ജീവിച്ചതാണ്. അതുകൊണ്ട് ദൈവമക്കളെ കർത്താവിനെ നമ്മളാലാവുകയോളം ദൈവത്തിന് മനുഷ്യന് കൊള്ളാവുന്നവരായി നമ്മളൊരു നല്ല ജീവിതം നയിച്ചു ഭൂമിയിൽ മാറ്റപ്പെടാൻ വരും ശേഷിപ്പ് തലമുറ പറയും, ഇന്നയാൾ നല്ല ദൈവപൈതലായിരുന്നു, നല്ല വിശ്വാസിയായിരുന്നു, നല്ല പുണ്യവാളനായിരുന്നു, നല്ല ഒരു കർത്താവിന്റെ ദാസനോ ദാസിയായിരുന്നു എന്നുള്ള ഒരു നല്ല പേര് കേൾപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിലും ഇടവരട്ടെ. അതുകൊണ്ട് ഏലിയാവിന്റെ ആ മാനിൽ ആ പുതപ്പ് എത്രയോ അത്ഭുതകരമായ ഒരു ശേഷിപ്പാണ്. ഏലീശായുടെ അസ്ഥി അത് എത്രയോ മനോഹരമായ ഒരു ശേഷിപ്പാണ്. പൗലോസിന്റെ കർച്ചീഫ് അത് എത്രയോ മനോഹരമായ ഒരു ശേഷിപ്പായി ലോകത്തിൽ കാണപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ശേഷവും നമ്മൾ അങ്ങനത്തെ ഒരു ശേഷിപ്പായി ലോകത്തിന്റെ മുന്നിൽ അവിടുന്ന് ശ്രദ്ധ പിടിക്കണമെങ്കിൽ, ലോകം നമ്മളെ അംഗീകരിച്ച് പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ ഈ കാലത്തെ ജീവിതം നല്ലതായിരിക്കട്ടെ.
അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒത്തിരി പാടുപെടേണ്ട. നമ്മളാൽ ആവുന്നിടത്തോളം, നമ്മളാൽ കഴിയുന്നിടത്തോളം, നമ്മളാൽ ചെയ്യാവുന്നിടത്തോളം നല്ല മാതൃകാപരമായി, മാന്യമായി, ഭൂഷണമായ, യോഗ്യമായ ഒരു ജീവിതം ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ചാൽ മരണാനന്തര ലോകം പറയും അത് നല്ലൊരു വിശ്വാസിയായിരുന്നു, അത് നല്ലൊരു ദൈവപൈതലായിരുന്നു. അങ്ങനെയുള്ള ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ അത് ലോകത്തിലെ നമ്മുടെ പിൻതലമുറക്കാർക്ക് പോലും അതൊരു മാതൃകയായി, ഒരു മതിപ്പായി, ഒരു അംഗീകാരമായിട്ട് ലോകത്തിൽ ശേഷിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് വൈകാലം ഓർപ്പിക്കുകയാണ്. അങ്ങനെയൊരു ജീവിതത്തിന്റെ അവസാനം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ അവിടെയും നമ്മൾ ആദരിക്കപ്പെടും. ആ ആദരണീയമായ ഒരു ദൈവീക സമയത്തിനു വേണ്ടി നമ്മുടെ ഈ കാലത്തെ ക്രിസ്ത്യൻ ജീവിതം നമ്മൾ സൂക്ഷ്മതയോടെ നയിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ, അതിനായി ശക്തീകരിക്കട്ടെ, അതിനായി നമ്മളെ എല്ലാവിധ കൃപകളും തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ആമേൻ.